ആന്റണി വടക്കേക്കര, ഇന്നിപ്പോൾ കുരിശിന്റെ വഴി നടന്ന ദിവസമാണ്, കുരുത്തോല പെരുന്നാളാണ്. ഇന്നത്തെ ദിവസം ഈ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞിരിക്കുന്നത് സാത്താന്മാരെ തിരിച്ചറിയണം എന്നാണ്. അത്ര ശക്തമായ ഒരു വാചകം വരികയാണ്. കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ, ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണം, അവരുമായിട്ട് കൂട്ടുകൂടേണ്ടതില്ല എന്ന ഉറച്ച വാക്കുകളാണ് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിൽ നിന്നും വന്നിരിക്കുന്നത്. ആരാണ് ഈ സാത്താന്മാരെന്നാണ് താങ്കൾ കരുതുന്നത്, അല്ലെങ്കിൽ സീറോ മലബാർ സഭ കരുതുന്നത്? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം രാജ്യതലസ്ഥാനത്തെ ഡൽഹി ലത്തീൻ രൂപതയിലെ കത്തോലിക്ക സമൂഹം എല്ലാ വർഷവും നടത്താറുള്ള ഓശാന ഞായറാഴ്ചയോടനുബന്ധിച്ചുള്ള കുരുത്തോലയും പിടിച്ചുകൊണ്ട് 10 കിലോമീറ്റർ, അതായത് ഓൾഡ് ഡൽഹിയിലെ സെൻറ്റ് മേരീസ് ചർച്ചിൽ നിന്നും ഡൽഹി അതിരൂപതയുടെ കത്തീഡ്രൽ ദേവാലയത്തിലേക്കുള്ള കുരിശിൻ്റെ വഴി പ്രാർത്ഥനയുടെ റാലിയെ സംബന്ധിച്ചും അതിന് 2 മാസങ്ങൾക്ക് മുൻപ് കത്തീഡ്രൽ വികാരി അച്ഛൻ രൂപതയ്ക്ക് വേണ്ടിയിട്ട് പോലീസ് അനുമതിക്ക് വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മാത്രമാണ് അപേക്ഷ നിരസിച്ചുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തൊന്നും നമുക്ക് വാക്കാൽ ഒരു മറുപടി ലഭിച്ചത്. അത് തീർച്ചയായും ഡൽഹിയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസികളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അപ്രകാരം പോലീസ് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കുരിശിൻ്റെ വഴി കുരുത്തോല പ്രയാണത്തിന് അനുമതി നിഷേധിച്ചത്. തീർച്ചയായും ഈ സംഭവത്തെ നമ്മൾ അപലപിക്കുന്നു. ഒരു കാരണവശാലും പാടില്ലാത്ത കാര്യമാണ്. മത ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസം സംരക്ഷിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കാനും വേണ്ട അവകാശം ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂടിയും ഇന്നലെ കോഴിക്കോട് അതിരൂപതയുടെ മെത്രാപ്പോലിത്തായി ഉയർത്തപ്പെട്ടിരിക്കുന്ന വർഗീസ് ചക്കാലക്കൽ പിതാവിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അപ്രകാരം ഒരു പരാമർശം നടത്തിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സഭയ്ക്ക് ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ല. മുനമ്പത്താണെങ്കിൽ പോലും മുനമ്പം ജനതയുടെ വിഷമം കണ്ടിട്ട്, അത് ഏതു മതവിഭാഗവും ആകട്ടെ കേട്ടോ, സ്മൃതി പറഞ്ഞതുപോലെ തന്നെ അന്ന് വഖഫ് നിയമം ഭേദഗതി ചെയ്ത അന്ന് ഞാൻ ചർച്ചയിൽ പങ്കെടുത്തയാളാണ്. ഇവിടെ മറ്റ് പാനലിസ്റ്റുകൾക്ക് ഒരുപക്ഷെ അത് അറിവില്ലായിരിക്കും. അന്ന് കൃത്യതയോടുകൂടെ ഞാൻ സഭയുടെ നിലപാട് പറഞ്ഞിരുന്നു. സഭ ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ല. മുനമ്പത്തെ 610ഓളം വരുന്ന ജനവിഭാഗത്തിൻ്റെ വലിയ വേദനയുടെ കണ്ണുനീരിൻ്റെ മുൻപിൽ അവർക്ക് വേണ്ടി നിലകൊള്ളുക, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു സഭ ചെയ്ത കാര്യം. അത് അന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ നിലവിലുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത് ഏതെങ്കിലും സ്ഥാപിത താല്പര്യങ്ങളുള്ളവരാണ് എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. സഭയ്ക്ക് ഏതായാലും ഇതുവരെയും സഭയുടെ ചരിത്രത്തിൽ രാഷ്ട്രീയപരമായ നിലപാടുകൾ എടുത്തിട്ടില്ല. മറിച്ച് രാഷ്ട്ര നിർമ്മാണത്തിൽ ഞങ്ങൾ പങ്കാളികളാകാറുണ്ട്. അതിനുവേണ്ടിയുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ക്രൈസ്തവ കത്തോലിക്ക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അത് വഖഫ് ഭേദഗതി നിയമ ബില്ലുമായി ബന്ധപ്പെട്ടെന്ന് മാത്രമോ മുനമ്പത്തെ ജനതയുടെ ദുഃഖമെന്ന് മാത്രമോ അല്ല, നിരവധിയായ പ്രശ്നങ്ങളിൽ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വേദനകളിൽ, പ്രയാസങ്ങളിൽ നാളിതുവരെയും സഭ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും സഭയും സഭാധികാരികളും ഈ കാര്യങ്ങളിൽ നിശബ്ദരാകാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. സാത്താനെ തിരിച്ചറിഞ്ഞു, അതൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ക്രൈസ്തവർ വേദനിക്കുന്ന സംഭവങ്ങൾ കൂടുന്നുണ്ട്. അതിന്റെ കണക്കുകൾ വലുതാണ് കഴിഞ്ഞ കുറച്ചു വർഷമായി. തീർച്ചയായും നമ്മളെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസികളുടെയും വലിയ വിഷമവും പ്രയാസവുമാണ്. പല ആവർത്തി ഈ കാര്യങ്ങൾ ഞങ്ങൾ ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആകട്ടെ, ഇപ്രകാരമുള്ള മതപീഡനമെന്ന് പറയേണ്ടി വരുന്ന തരത്തിൽ മറ്റ് തീവ്രവാദ സംഘടനകൾ മതങ്ങളുടെ പേരിൽ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസികളെ ആക്രമിക്കുന്ന സംഭവങ്ങളാകട്ടെ, ആരാധനാലയങ്ങൾ തച്ചു തകർക്കുന്ന സംഭവങ്ങളാകട്ടെ, അതുമല്ലെങ്കിൽ ഇപ്രകാരമുള്ള ഏതു വിധത്തിലുള്ള വിശ്വാസത്തിനെതിരായ, ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരായ കാര്യങ്ങൾ ചെയ്യുന്നവരെയും സാത്താൻ എന്ന് വിളിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അപ്രകാരമുള്ള വ്യക്തികളുമായി യാതൊരു സന്ധിക്കും ഞങ്ങളില്ലെന്നേ.
ഈ കാര്യത്തിൽ സഭയ്ക്ക് സുവ്യക്തമായ അഭിപ്രായമുണ്ട്. പക്ഷേ ഫാദർ ആന്റണി വടക്കേക്കര, നിങ്ങൾ എല്ലാ കാലത്തും രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോഴും രാഷ്ട്രീയമില്ല എന്ന അഭിപ്രായമുണ്ട്. ശരി, രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോഴും ഭരിക്കുന്നവരുമായി നല്ല ബന്ധത്തിൽ പോകാൻ വളരെയധികം ശ്രദ്ധ വയ്ക്കാറുണ്ട്. കാരണം അതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, ഭരിക്കുന്നവരുമായി ഇടഞ്ഞു പോകേണ്ടതില്ല എന്നൊരു നിലപാട് നിങ്ങൾ എടുക്കാറുണ്ട്. പക്ഷെ ആ നിലപാട് കുറെ കൂടി മുന്നോട്ട് പോയി BJP നേതൃത്വത്തെ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രൂപത്തിലേക്ക് നിങ്ങളിൽ ചിലരെങ്കിലും അത്തരം പ്രതികരണങ്ങൾ കൊണ്ടെത്തിക്കുകയും നിങ്ങളുടെ ഭാഗമായി, സഭയുടെ ഭാഗമായിട്ടല്ല, അപ്പുറത്ത് കാസ എന്നൊരു സംവിധാനം അവിടെ പ്രവർത്തിക്കുകയും അത് തീവ്ര നിലപാടുകൾ പറയുകയും ആ പറച്ചിൽ മുഴുവൻ മുസ്ലിം വിരുദ്ധതയിൽ ഊന്നിയിട്ടുള്ളതാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്നുള്ളത് അത് BJPക്ക് ഗുണം ചെയ്തു തിരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. നമ്മൾ തൃശ്ശൂരിൽ അത് കണ്ടിട്ടുള്ളതാണ്, അത് ഗുണം ചെയ്തു എന്നുള്ളത്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളിൽ അവിടെ നിന്നും ജയിച്ചു പോയ MP-യോട്, സഹമന്ത്രിയോട് നിങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളാരാണ് എന്ന ചോദ്യമാണ് തിരിച്ചു വരുന്നത്. അതും നിങ്ങൾ കാണുകയാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സഭയ്ക്കുണ്ടായിരിക്കുന്നത് കണ്ണു തുറക്കലാണോ? ഫാദർ ആന്റണി വടക്കേക്കര, തുറന്നു പറയൂ. സഭയുടെ ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം, കാലാകാലങ്ങളിൽ സഭ രാഷ്ട്രീയ പാർട്ടികളോട് ഒരേ വിധത്തിൽ അകലം പാലിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ കാണാൻ വേണ്ടി വരുമ്പോൾ തീർച്ചയായും അവർ സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും, പ്രത്യേകിച്ച് സംസ്ഥാനത്താകട്ടെ കേന്ദ്രത്തിലാകട്ടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുകളോട് തീർച്ചയായും സമരസപ്പെട്ടുകൊണ്ട് തന്നെയാണ് സഭ പോയിക്കൊണ്ടിരുന്നത്. ആ കാര്യങ്ങളിലൊന്നും ഇനിയും യാതൊരു വീഴ്ചയുമില്ല. ചോദ്യത്തിലുള്ള ധ്വനി വ്യക്തമാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് ഇപ്പോൾ സഭയ്ക്ക് എന്തെങ്കിലും കൂടുതലായി അടുപ്പം ഉണ്ടോ എന്ന ചോദ്യത്തിന് ആ കാര്യത്തിൽ കൃത്യതയോടുകൂടെ മറുപടി സഭ എന്നും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. BJPയോടോ NDAയോടോ എന്നല്ല, കേരളം ഭരിക്കുന്ന CPM-നോടോ ഇടതുപക്ഷത്തോടോ എന്നല്ല, നാളിതുവരെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA മുന്നണിയോടെന്നല്ല, എല്ലാവരോടും ഒരേ തരത്തിലുള്ള അടുപ്പവും അകലവും സഭ എന്നും പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ ഒരു താല്പര്യം BJPയോടോ NDA ഗവൺമെന്റിനോടോ ഉണ്ട് എന്നുള്ളത് കേവലം നിങ്ങളുടെ ദുർവ്യാഖ്യാനം മാത്രമാണ്. അങ്ങനെയാണോ ഫാദർ ആന്റണി വടക്കേക്കര? തൃശ്ശൂരിൽ നമുക്കറിയാവുന്നതാണ് സുരേഷ് ഗോപിക്ക് ആരുടെ പിന്തുണയായിരുന്നു കിട്ടിയിരുന്നത് എന്നുള്ളത്. കൃത്യതയോടുകൂടെ സ്മൃതി ഞാൻ പറഞ്ഞു തീരട്ടെ. തീർച്ചയായും എനിക്ക് മനസ്സിലാകുന്നു. തൃശ്ശൂരിൽ ഉണ്ടായ പിന്തുണയെ കുറിച്ച് തന്നെയും ഞാൻ പറയാം. അത് അവിടെയുള്ള തൃശ്ശൂരിലുള്ള ജനവിഭാഗങ്ങൾക്ക് അപ്രകാരം ഒരു ചിന്തയുണ്ടായി. ഒരുപക്ഷെ അവർ പോലും പറഞ്ഞിട്ടുണ്ട്, BJPക്കോ NDAക്കോ അതീതമായ രീതിയിൽ ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ, ഒരുപക്ഷെ ഒരു സമൂഹത്തിന് ഒത്തിരിയേറെ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, കുറേ വർഷങ്ങളായി അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാകാം. അത് ക്രൈസ്തവരുടേത് മാത്രമാണ് എന്നുള്ളതൊക്കെ നിങ്ങളുടെ ദുർവ്യാഖ്യാനം മാത്രമാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന വിശ്വാസികൾ സ്വന്തം നിലയ്ക്കെടുക്കുന്ന തീരുമാനത്തെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. സഭാ നേതൃത്വങ്ങൾക്ക് അതിലുള്ള പങ്കും പ്രധാനമാണല്ലോ. ഇപ്പോൾ പള്ളിയിൽ പോയി സ്വർണ്ണ കിരീടം കൊടുക്കുക, അവിടെ മുട്ടിലഴിഞ്ഞ് പ്രാർത്ഥിക്കുക, അതിൻ്റെ ദൃശ്യങ്ങൾ വിശ്വാസികൾ മുഴുവൻ കാണുകയാണ്. ഇതാ നമുക്കൊപ്പം നിൽക്കുന്നു, നമ്മുടെ ഒരാളായി നിൽക്കുന്നു. ഇന്നുമുണ്ട്, കുരുത്തോലയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ജബൽപൂരിനെ കുറിച്ച് ചോദിക്കരുത്. അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അതാണ് നമ്മൾ കാണുന്നത്. എത്ര ധാർഷ്ട്യത്തോടും അഹങ്കാരത്തോടും കൂടി പ്രതികരിക്കുന്നു ആ സഹമന്ത്രി എന്നുള്ളത് കാണുകയാണ്. അപ്പോൾ ഈ വോട്ട് ചെയ്തവരോടുള്ള അവരുടെ മുഖത്തടിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണമായി അത് മാറുന്നുണ്ട്. അത് സഭ തിരിച്ചറിയുന്നുണ്ടോ? സ്മൃതി, സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയമുണ്ടാകാം, BJPക്ക് രാഷ്ട്രീയമുണ്ടാകാം. ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ, പറയുമ്പോൾ, നമ്മുടെ അടുക്കൽ വരുമ്പോൾ, ദേവാലയങ്ങളിൽ പോകുമ്പോൾ, സ്വർണ്ണ കിരീടം വെക്കുമ്പോൾ, വാഴക്കുല കാണിക്കയായിട്ട് കൊടുക്കുമ്പോൾ, കുരുത്തോലയും പിടിച്ച് നിൽക്കുമ്പോഴൊക്കെ അവർക്ക് രാഷ്ട്രീയക്കാർക്ക് അവരുടെ രാഷ്ട്രീയ മനസ്സിലുണ്ടാകാം. പക്ഷേ അങ്ങനെ വരുന്നവരോട് വരണ്ട എന്ന് സഭ ഇന്നുവരെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ദേവാലയങ്ങളിൽ വരാം, നമ്മുടെ അരമനകളിൽ വരാം. തന്നെയും അത് വ്യാഖ്യാനിക്കരുത് എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലല്ല, അതിലൊരു സംശയമില്ല. അത് സഭാ നേതൃത്വം എപ്പോഴും കാണിക്കുന്ന ഒരു മര്യാദയാണ്. രാഷ്ട്രീയ പാർട്ടിക്കോ ഏതെങ്കിലും വ്യക്തിക്കോ ഉള്ള ഒരു പിന്തുണയായി മാത്രം അതിനെ കാണേണ്ടതില്ല എന്ന് തന്നെയാണ്. അത് ശരി തന്നെ, സഭ എല്ലാവരെയും സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. സ്മൃതി, ഞാനത് പറഞ്ഞു തീർക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വീണ്ടും നിങ്ങൾ
പറയും BJP-യെ വിട്ടു, കോൺഗ്രസിനോട് കൂട്ടുകൂടി എന്ന് നിങ്ങൾ വീണ്ടും മാധ്യമങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഓരോ ദിവസത്തെ വാർത്തകളായിരിക്കും അങ്ങനെയല്ല ഫാദർ ആന്റണി വടക്കേക്കര, അങ്ങനെ പറയരുത്. അങ്ങനെ പറയരുത്. ജബൽപൂരിൽ നടന്ന അക്രമ സംഭവങ്ങളും ഒഡീഷയിൽ നടന്ന അക്രമ സംഭവങ്ങളിലും മണിപ്പൂരിൽ ഒഡീഷയിലുണ്ടായ സംഭവത്തെ നമ്മൾ അപലപിച്ചിട്ടുണ്ട്. അല്ല, ഇതൊക്കെ അപലപിക്കാൻ നിങ്ങൾക്ക് വിവരം കിട്ടുന്നത് ഫാദർ ആന്റണി വടക്കേക്കര ഇവിടുത്തെ മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവരുന്നതുകൊണ്ടുകൂടിയാണല്ലോ. മാധ്യമങ്ങൾക്ക് അങ്ങനെ ദുരുദ്ദേശത്തോടു കൂടി അതാ നിങ്ങളെ അത് ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് പരദൂഷണത്തിന്റെ സ്വഭാവത്തിലല്ലോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സഭയ്ക്ക് സുശക്തമായ സംവിധാനങ്ങളുണ്ട്. അല്ല ഫാദർ ആന്റണി വടക്കേക്കര അങ്ങനെ പറയരുത്. ദേവാലയങ്ങളും അവിടെയൊക്കെ വൈദികരും വികാരി അച്ഛന്മാരും ഒക്കെ നിങ്ങൾക്ക് സുശക്തമായ സംവിധാനങ്ങളുണ്ട്. നിങ്ങളുടെ സുശക്തമായ സംവിധാനങ്ങൾക്കിടയിൽ തന്നെ ഫാദർ ആന്റണി വടക്കേക്കര 2024 640 കേസുകൾ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് ഏറ്റവും അധികം UP-യിലാണ്. ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ റിലീജിയസ് ലിബർട്ടി കമ്മീഷന്റെ കണക്കാണത്. 6% വർധന 2024 മാത്രം വന്നിരിക്കുന്നു. ദിവസവും 4 പാസ്റ്റർമാർ വീതം ആക്രമിക്കപ്പെടുന്നുണ്ട്. BJP RSS നേതൃത്വത്തിലാണ് ആക്രമണങ്ങൾ എന്നൊരു പഠനവും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജബൽപൂരിലേക്ക് പോവുകയാണെങ്കിൽ പേര് ഇല്ലാതെയാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. പ്രതികളുടെ പേരില്ല. ആരാണ് പ്രതികളെന്ന് നമുക്കറിയാമല്ലോ. അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. അന്ന് BJP പ്രതിനിധി എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ നിങ്ങൾ BJP-യിലേക്ക് അടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ക്രൈസ്തവരെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് വ്യക്തതയുള്ളതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. പ്രായോഗികതയിലൂന്നി ഒരു ഘട്ടത്തിൽ നിങ്ങൾ പിന്തുണച്ചു, പക്ഷേ നിങ്ങളിലേക്ക് കൂടി എത്തുന്നു എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഞാൻ താങ്കളിലേക്ക് വരാം, അടുത്ത ഘട്ടത്തിൽ വരാം. നമ്മുടെ കൂടെ അടുത്ത പറഞ്ഞു തീർക്കട്ടെ, അവസാനിപ്പിക്കട്ടെ. ഒരു അരമിനിറ്റ് അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൃത്യതയോടുകൂടെ തന്നെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മതന്യൂനപക്ഷങ്ങളാകട്ടെ, കർശനമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകേണ്ടതാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയും കേവലം ക്രൈസ്തവർക്കോ കത്തോലിക്കർക്കോ വേണ്ടി എന്നല്ല, ഏത് മതവിശ്വാസികൾക്കാകട്ടെ ഏതെങ്കിലും ഗവൺമെന്റ് അപ്രകാരം പക്ഷപാതിത്വപരമായി എന്തെങ്കിലും നിലപാടുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അപ്രകാരമുള്ള കാപാലികർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിലും അതുപോലെ സഭയിൽ നിന്നും ശക്തമായ പ്രതികരണം ഉയർന്നു വരേണ്ടതുണ്ട്. ചില ഘട്ടങ്ങളിൽ വന്നിരുന്നു, ചില ഘട്ടങ്ങളിൽ വരാതിരുന്നിട്ടുമുണ്ട്. ശരിയാണ് താങ്കൾ പറഞ്ഞത്, നിങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയും, പക്ഷെ അപ്പുറത്ത് അക്രമം നടത്തുന്നവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നേ. അതായിരുന്നു ആ ചോദ്യം. ഫാദർ അജി പുതിയ പറമ്പിൽ, സാമൂഹ്യ നിരീക്ഷകൻ. ഫാദർ, ഇപ്രകാരം ഉള്ള രാഷ്ട്രീയക്കാരെ തിരിച്ചറിയാൻ മാത്രമുള്ള രാഷ്ട്രീയ പക്വതയുള്ളവരാണ് കേരളത്തിലെ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസികൾ എന്ന് തിരിച്ചറിയുക. രാഷ്ട്രീയ ബോധം നന്നായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ഉമ്മാക്കികളൊന്നും കാണിച്ച് ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസികളെ അങ്ങ് വീഴിച്ചു കളയാമെന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്. അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങളിലും വീണു കൊടുക്കുന്നവരല്ല എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും വകയില്ല കേട്ടോ. രാഷ്ട്രീയ പുരോഹിതരെയും ആക്രമിച്ച ശേഷം കേക്കും കൊണ്ട് പള്ളിയിലേക്ക് വരണ്ട എന്നുള്ളതിന്റെ കൃത്യമായ സന്ദേശം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.